ചേറമ്പറ്റക്കാവ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ ചളവറ, തൃക്കീടരി, കോതകുറിശി പഞ്ചായത്തുകളിലായി 7 ദേശത്ത് തട്ടകമുള്ള വള്ളുവനാട്ടിലെ പുരാതന ക്ഷേത്രമാണ് ചേറമ്പറ്റക്കാവ്. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിൽ കോതകുറിശിയിൽ നിന്നും ചളവറയ്ക്കുള്ള പാതയിൽ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്താണ് ഈ ഭഗവതി കാവ്. നമസ്കാരം, ഞാൻ സുജേഷ് ഉണ്ണി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡൻ്റാണ്. ശ്രീ ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രം ഇത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ അനങ്ങനടി പഞ്ചായത്തും അനങ്ങനടി പഞ്ചായത്തിൻ്റെ ബോർഡറിൽ ചളവറയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രം. ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉറങ്ങുന്നൊരു മണ്ണിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമാന്തരീക്ഷത്തിൽ വടക്കു മലനിരകളും തെക്ക് പാടശേഖരങ്ങളാലും അതിർ പങ്കുവയ്ക്കുന്ന മനോഹര കാവാണ് ചേറമ്പറ്റക്കാവ്. ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഐതിഹ്യങ്ങൾ പല രീതിയിൽ, പല വേർഷനിൽ പലരും പറയുന്നുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങൾ പ്രചരിക്കുന്ന കാരണം ഒരു ഐതിഹ്യത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പല രീതിയിൽ സ്വയംഭൂവാണെന്നും ഒരു ദേശത്തുനിന്ന് വന്നതാണെന്നും അതുപോലെ മറ്റുള്ള മൂകാംബികയിൽ നിന്ന് ഒരു ദിവ്യൻ്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് എത്തിയത്, ഈ പരിസരത്തിലേക്ക് എത്തിയതാണെന്നും അങ്ങനെ പല രീതിയിലുള്ള ഐതിഹ്യങ്ങൾ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. എങ്കിലും ദേവിയുടെ ചൈതന്യം വളരെയധികം അനുഭവിക്കുന്ന ഒരു ദേശമാണിത്, ഒരു തട്ടകമാണിത്. 3 പഞ്ചായത്ത് കൂടി ഉൾപ്പെടുന്ന ഒരു മഹാ തട്ടകത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃക്കടീരി, ചളവറ, അനങ്ങനടി ഇങ്ങനെ 3 പഞ്ചായത്തുകളിലാണ് ഇതിൻ്റെ തട്ടകം വ്യാപിച്ചു കിടക്കുന്നത്. ചേറമ്പറ്റ പൂരം അതിഗംഭീരമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ഗജവീരന്മാരും തിടമ്പേറ്റുന്ന പൂരം. അതിനാൽ തന്നെ എണ്ണം പറഞ്ഞ പൂരങ്ങളുടെ ഗണത്തിൽ ഈ പൂരവും പെടുന്നു. ക്ഷേത്രത്തിൽ നാഗങ്ങൾ, രക്ഷസ്, ക്ഷേത്രപാലകൻ അങ്ങനെ
ഉപദേവന്മാർ സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കോട്ട് ഇരിക്കുന്ന ഭഗവതിയായിട്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉഗ്രരൂപിണിയാണെന്നും ശക്തിസ്വരൂപിണിയാണെന്നും ഉള്ള ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ടുള്ളത്. തൃക്കടിയിരി നായർ വീട്ടുകാരെ ഊരായ്മയുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിന് കീഴിൽ ഇല്ലെങ്കിൽ ക്ഷേത്രത്തിനോട് ചേർന്ന് അന്തിമഹാകാളൻ ദേവസ്വം ബോർഡിന് കീഴിലാണ് ചേർമ്പറ്റ ഭഗവതി ക്ഷേത്രം വരുന്നത്. 5ഓളം ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വത്തിൻ്റെ അണ്ടറിലായിട്ട് ഉണ്ട്. ചേറമ്പറ്റ ഭട്ടതിരി എന്ന നമ്പൂതിരി കുടുംബത്തിലെ ഒരു പരമഭക്തനായ ബ്രാഹ്മണ ശ്രേഷ്ഠന് ഉപാസനാമൂർത്തിയായി മൂകാംബിക ഭഗവതിയുടെ കൂടെ എഴുന്നള്ളി കുടിയിരുന്നു എന്ന് ക്ഷേത്രസങ്കല്പം. മാതൃരൂപിണിയാണ് ശ്രീ ചേറമ്പറ്റ ഭഗവതി. പ്രപഞ്ചത്തിൽ അമ്മയോളം ധീരയായ മറ്റൊരു സത്യമില്ലെന്ന് തന്നെ പറയാം. എൻ്റെ പേര് സദാനന്ദൻ, സദു എന്ന് പറയും. ഞാനിവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി അംഗമാണ്. 40 വർഷത്തിലധികമായി ഇവിടേക്ക് വേലകളും പൂരങ്ങളും കൊണ്ടുവരുന്ന ഒരു പ്രധാന വേലയായ ചളവറ ദേശം വേലയുടെ സെക്രട്ടറിയാണ്. ഇവിടെ ചോതിനാളിൽ കറുത്ത വർഷത്തിലെ ചോതിനാളിലേക്കാണ് ഇവിടെ ഉത്സവം കൊടി കയറുന്നത്. ആ കൊടി കയറുന്ന ഇതിൽ 5 മണിക്ക് മുൻപേ ഇവിടെ ഗുരുതി പാലക്കൽ ഭഗവതിക്ക് ഗുരുതി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് പ്രധാന ചടങ്ങാണ്. ആ ചടങ്ങിന് ശേഷമാണ് ഇവിടെ കൊടിയേറ്റം നടക്കുന്നത്. 8 മണിക്കാണ് കൊടിയേറ്റം നടക്കുക. 12-ാം നാഴികയ്ക്കാണ് കൊടിയേറ്റം നടക്കുന്നത്. ഇവിടെ ഈ പാലക്കൽ ഭഗവതിക്ക് ഗുരുതി കൊടുത്തതിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾ ഗുരുതി കൊടുക്കുന്നതിന് അതൊരു പ്രത്യേക വഴിപാടാണ്. ഇപ്പോൾ ഷീട്ടാക്കിയിട്ടുണ്ട്. ആ ഷീട്ടാക്കിയതിന് ശേഷം ഇവിടെ ഗുരുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കൊടിയേറ്റം നടക്കുന്നത്. ആ കൊടിയേറ്റം കഴിഞ്ഞ് 6ാമത്തെ ദിവസമാണ് പൂരം നടക്കുന്നത്. ഉള്ളുരുകി വിളിച്ചാൽ വിളി കേൾക്കും എന്നതിന് അനുഭവസ്ഥർ ഏറെയുണ്ട്. ദാരികാനുഗ്രഹം പൂർത്തിയാക്കി ഭൂമിയെ സംരക്ഷിക്കാൻ അവതാരമെടുത്ത ദേവിയുടെ തീക്ഷ്ണമായ നയനങ്ങളിലും പരിസ്ഫുരണം ചെയ്യുന്നതും മാതൃഭാവം തന്നെയാണ്. ആദ്യം നെടുങ്ങനാടിൻ്റെയും പിന്നീട് വള്ളുവനാടിൻ്റെയും ഭാഗമായിരുന്ന തൃക്കീടരി കണ്ണന്നൂർ പാടസ്വരൂപത്തിൻ്റെ മണ്ണിൽ ശാന്തസുന്ദരമായ ചോലയുടെ അരികത്തായി ഭക്തരെ രക്ഷിക്കാൻ ചേറമ്പറ്റ കാവിലമ്മ കുടികൊള്ളുന്നു. മീനമാസത്തിൽ ചോതി നക്ഷത്രം രാത്രിയിൽ വരുന്ന നേരത്താണ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം. കൊടിയേറ്റ ദിവസത്തിനാണ് പ്രാധാന്യം. കൊടിയേറ്റം കഴിഞ്ഞ് ഉണ്ണിയാറാട്ട്, കുട്ടിയാറാട്ട്, ചെറിയാറാട്ട്, വലിയാറാട്ട്, അത് കഴിഞ്ഞ് പൂരം. അങ്ങനെയാണ് ഇവിടുത്തെ പൂരത്തിൻ്റെ ഘടന. തേര്, കാള, ആന, കുതിര എന്നിങ്ങനെ എല്ലാ രീതിയിലുള്ള വേലകളും ക്ഷേത്രത്തിലേക്ക് അന്നേ ദിവസം ഒറ്റ ദിവസം കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ചിട്ടപ്പെടുത്തുന്ന ഒരു പൂരമാണ്. അതുകൊണ്ട് തന്നെ അതീവ കാഴ്ച പ്രാധാന്യമുള്ള ഒരു പൂരം കൂടിയാണിത്. വിവിധ ദേശങ്ങളിൽ നിന്നായി 39 ഗജവീരന്മാർ ക്ഷേത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അത്രത്തോളം ഇണക്കാളകളും കുതിരയും തേരും ആയി വിവിധ രീതിയിൽ ആഘോഷപരമായി വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ചേറമ്പറ്റ പൂര മഹോത്സവം.
ആ പൂരം അതിഗംഭീരമായിട്ടാണ് ഇവിടെ 4 പഞ്ചായത്തുകളിൽ നിന്നായി ചളവറ, കോതകുറിശി, തൃക്കടീരി ഇതിൽ നിന്നൊക്കെ തന്നെ ആയി 5 ദേശങ്ങളിൽ നിന്ന് 40ഓളം ആനകളും അതുപോലെ തന്നെ 45ഓളം കാളകളും 9 നിലയുള്ള തേര് അതുപോലെ തന്നെ മറ്റ് വാദ്യഘോഷങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അങ്ങനെയുള്ളൊരു നല്ലൊരു പൂരമാണ്. 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നതാണ്. എല്ലാ ഇതും വെടിക്കെട്ട ഉൾപ്പെടെയുള്ള എല്ലാ ഇതും ഉള്ളൊരു പ്രത്യേക പൂരമാണ്. എല്ലാ ഐറ്റംസും ഉള്ള ഒരു പൂരമാണ് ഈ ചേറമ്പറ്റ പൂരം. ഇത് അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ കുറേ വർഷങ്ങളോളമായിട്ട് നടന്നു വരുന്നത്. അതുപോലെ നാട്ടുകാരുടെ എല്ലാ അകമറിഞ്ഞ സഹായ സഹകരണങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവാറുണ്ട്, കിട്ടാറുണ്ട്. അല്ല, ഏറ്റവും പ്രധാനമല്ല ഈ പാലക്കൽ ഭഗവതിക്കുള്ള ഗുരുതി ദർപ്പണത്തോടു കൂടിയിട്ടാണ് തുടങ്ങുന്നത്. അത് ഒക്കെ തന്നെ എത്രയോ ഐതിഹ്യങ്ങളും അതിൻ്റെ പിന്നകയിലുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് 2-3 തരത്തിലുള്ള ഐതിഹ്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പണ്ട് ചേറമ്പറ്റ മനയ്ക്കലെ വട്ടത്തിരിപ്പാട് മൂകാംബികയ്ക്ക് പോകുന്ന സമയത്ത് വന്ന് വിശ്രമിക്കാൻ ഇരുന്നു. പിന്നീട് ഇവിടുന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ അവർ ഉള്ളുരുകി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് കണ്ണാടിയിൽ വിശ്വരൂപം കാണുകയും ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ഈ ക്ഷേത്രക്കുളം എന്ന് കാണുന്നത് ഒരു ചോല ആയിരുന്നു അന്ന് എന്നും അങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ പലതരത്തിലൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതാണ് ഞാൻ കേട്ടിട്ടുള്ള ഐതിഹ്യം. അങ്ങനെയൊക്കെ തന്നെ പിന്നീട് അതിവിടെ ഒരു ചേറമ്പറ്റ ഭഗവതി എന്ന പേരിൽ ഇവിടെ കുടിയിരുത്തുകയും അങ്ങനെയുള്ള ഉത്സവങ്ങളൊക്കെ തന്നെ ജനങ്ങൾ ആ ഒരു കൊയ്ത്തുത്സവം എന്ന നിലയ്ക്ക് അവരുടെ ആ വർഷത്തെ ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് അവർക്ക് കിട്ടിയ ധാന്യങ്ങൾ ഏതോ ആണോ അതിനൊക്കെ തന്നെ നല്ല രീതിയിൽ കിട്ടിയതിൻ്റെ ഫലമായിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ഭാഗമായിട്ടാണ് കാളക്കോലങ്ങളും കുതിരക്കോലങ്ങളും മറ്റു തേരും അതുപോലെ തന്നെ ആനകളും മറ്റൊക്കെ തന്നെ എഴുന്നള്ളിച്ച് ഭഗവതിയെ പ്രീതിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പൂരം ആഘോഷിക്കുന്നത്. നവരാത്രി ആഘോഷവും പാട്ട് താലപ്പൊലിയും മറ്റും ഇവിടുത്തെ ആഘോഷങ്ങളാണ്. ഡിസംബർ മാസത്തിലെ മണ്ഡലമാസത്തിലാണ് മണ്ഡല താലപ്പൊലി ആഘോഷിക്കുന്നത്. നവരാത്രി കാലത്ത് സപ്താഹത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി നവരാത്രി ആഘോഷിച്ചു വരുന്നത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഒറ്റപ്പാലത്ത് നിന്ന് വരുവാൻ കോതകുശി ആണ് എത്തേണ്ടത്. ചെർപ്പളശ്ശേരിയിലേക്കുള്ള വഴിയാണ് കോതകുശി സ്ഥിതി ചെയ്യുന്നത്. കോതകുശിയിൽ നിന്നും 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് ചളവറ റൂട്ടിലേക്ക് വന്നാൽ ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രമായി. ഷൊർണൂർ നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ഷൊർണൂരിൽ നിന്നും കൊളപ്പള്ളി വഴി വാണിയംകുളം കയറി കോതകുശിയിലേക്ക് വരാം. അതുപോലെ തന്നെ പട്ടാമ്പി ഭാഗത്തുനിന്ന് വരുമ്പോൾ ചെർപ്പളശ്ശേരി വഴി ചളവറയിലൂടെ ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതാണ്. Thank you.
തന്ത്രിമുഖ്യരുടെ അഭിപ്രായ പ്രകാരം ക്ഷേത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള പല വഴിപാടുകളുമുണ്ട്. വെള്ളരി നിവേദ്യമാണ് ഏറ്റവും പ്രസക്തമായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകുന്നേരങ്ങളിൽ വെള്ളരി നിവേദ്യം ആകാമെന്നുള്ളതാണ് ആചാര്യന്മാരുടെ ഭാഷ്യം. ക്ഷേത്രങ്ങളിൽ ഉത്സവ സമയത്ത് നിറപറ ഒരു പ്രധാന വഴിപാടാണ്. വർഷത്തിലൊരിക്കൽ മാത്രം ഗുരുതി നടക്കുന്നുണ്ട്. അത് കൊടിയേറ്റത്തിന് തൊട്ട് മുമ്പാണ്. ഈ വർഷം ഏപ്രിൽ 3-ാം തീയതിക്ക് 5 മണിക്ക്, വൈകുന്നേരം 5 മണിക്കാണ് ഗുരുതി വഴിപാട്. മഹാഗുരുതിയായി ഒരുപാട് എല്ലാ ദേശക്കാർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ സർവ്വദോഷ പരിഹാരത്തിന് വേണ്ടിയാണ് ഗുരുതി സമർപ്പണം നടത്തുന്നത്. ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് ഗുരുതി വഴിപാട്. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു. ശതത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നതാണ് പ്രമാണം. അതായത് മനസ്സിൻ്റെ മുറിവുകളെ, വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം. ദേഹം ദേവാലയമായി ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിൻ്റെ ദേവനാണ്. ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ, അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം. ക്ഷേത്രാരാധനയുടെ പ്രാഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണ്. ഈശ്വരൻ്റെ അടയാളമായ ക്ഷേത്രം, അതിലെ വിഗ്രഹം, ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും, പ്രസാദം, തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വരമന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും ശംഖനാദം, മണിനാദം, മന്ത്രധ്വനി, സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും, ചന്ദനം, ഭസ്മം, തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ ത്വക്കിനെയും ലൗകിക അസാൻമാർഗിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായി എങ്കിലും പിന്തിരിപ്പിച്ച് ഈശ്വര സങ്കല്പത്തിൽ ലയിപ്പിക്കുന്നു. കാലം ചെല്ലുമ്പോൾ ക്ഷേത്രദർശനം കൂടാതെ തന്നെ മനസ്സ് ഈശ്വരനിൽ എല്ലായ്പ്പോഴും വർത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ക്ഷേത്രത്തിൽ മാത്രമല്ലാതെ സർവചരാചരങ്ങളിലും അവസാനം സ്വയം തന്നിലും സർവ്വവ്യാപിയായും പരമാത്മാവുമായ ഈശ്വരൻ്റെ വിശ്വരൂപം ദർശിച്ച് മനുഷ്യൻ മുക്തനാവുകയും ചെയ്യുന്നു. ഇതാണ് ക്ഷേത്രസങ്കല്പത്തിൻ്റെ പ്രാധാന്യം. ശാസ്ത്രപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് പണിത് ദേവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഒരു നാടിൻ്റെ ജീവൽ നാഡിയാണ്. ഷഡാധാരക്രിയയിലൂടെയാണ് ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിക്കുന്നത്. വിഗ്രഹമെന്നാൽ വിശേഷാൽ ഗ്രഹിക്കുന്നതാണെന്നാണ് അർത്ഥം. താന്ത്രിക വിധി ഏറ്റവും കൃത്യമായി പാലിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ ദേവചൈതന്യം കുടിയേറും.